ഭാര്യയെപ്പറ്റി ചിന്തിക്കാൻ കഴിയില്ല, മാതാപിതാക്കളെ കൊണ്ടുപോകാൻ കഴിയില്ല, അവന്റെ സ്വന്തം കാര്യവും ആരോഗ്യാവസ്ഥയും ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇങ്ങനെ ഒഴിവില്ലാത്തവർ സമൂഹത്തിൽ വളരെ കുറഞ്ഞ പേരുണ്ട്. പക്ഷെ അധികം ആളുകൾക്കും ഒഴിവുണ്ട്. നിശ്ചിത സമയമാണ് ജോലി, ആ ജോലി കഴിഞ്ഞാൽ ഒഴിവ്. നിശ്ചിത സമയമാണ് പ്രവർത്തനം, ആ പ്രവർത്തനം കഴിഞ്ഞാൽ ഒഴിവ്. അല്ലെങ്കിൽ ഒരു പ്രവർത്തനവുമില്ല കാര്യപ്പെട്ട്, അങ്ങനെ വീട്ടിലിരിക്കുന്നു, നടക്കുന്നു, അങ്ങാടി പോകുന്നു. ഇങ്ങനെയുള്ളൊരവസ്ഥ അള്ളാഹു നൽകുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം എന്നതിലുപരി ഒരു വലിയ അനുഗ്രഹമാണ്. ഒഴിവില്ലാത്ത അവസ്ഥ വരുമ്പോഴേ ഒഴിവുണ്ട് എന്ന അവസ്ഥക്കുള്ള വില നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഒഴിവില്ലാത്ത ആളുകൾ പറയുമ്പോഴേ ഒരു ദിവസം ഒഴിവ് കിട്ടിയാലുള്ള വില അറിയുകയുള്ളൂ. ബന്ധുണ്ടായിട്ട്, ഹർത്താലുണ്ടായിട്ട് അന്നൊരു ദിവസം വീട്ടിൽ കിടക്കേണ്ടി വന്നാൽ ജോലി തിരക്കുകൾ കൊണ്ട് ബുദ്ധിമുട്ടിയതായ ആളുകൾക്ക് എന്തോ ഒരു സന്തോഷമാണ്. ഉദ്യോഗം കൊണ്ടും നിത്യജീവിതത്തിലെ ഭാരിച്ച ചുമതലകൾ കൊണ്ടും പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഒരു ബന്ധോ ഹർത്താലോ ഉണ്ടായാൽ വലിയൊരുനാൾ വന്ന സന്തോഷം കാണും. അതെന്താണ് കാരണം? ഒഴിവില്ലാത്ത അവസ്ഥ അവരനുഭവിക്കുന്നുണ്ട്. ക്ലിഷ്ടമായ അവസ്ഥ, വിഷമിക്കുന്ന അവസ്ഥ. ആ അവസ്ഥ വിട്ട് ഒഴിവൊന്ന് കിട്ടിയാൽ വളരെ പ്രയാസമില്ലാത്ത സുന്ദരമായ ഒരവസ്ഥയായവർക്ക് അത് അനുഭവപ്പെടും. ഈ അവസ്ഥ എന്നും അനുഭവിക്കുന്ന ചെറുപ്പക്കാർക്ക് മടുപ്പ് തോന്നുമെങ്കിലും അള്ളാഹു നൽകുന്ന ഈ ഒഴിവ് ചെറുതല്ല, അള്ളാഹു നൽകുന്ന ഒരു അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തിൽ നഷ്ടം ബാധിക്കുന്നവരാണ് സമൂഹത്തിലേറെ പേരും. വളരെ കുറഞ്ഞ പേർ മാത്രമേ അത് ലാഭിക്കുന്നുള്ളൂ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുന്നു, വളരെ കുറഞ്ഞ പേർ മാത്രം അതിൽ ലാഭിക്കും. നമ്മളങ്ങനെ കണക്കെടുത്ത് നോക്കി, നമ്മളെ ആരോഗ്യാവസ്ഥയും അള്ളാഹു നൽകുന്ന ഈ ഒഴിവിന്റെ അവസ്ഥയും നമ്മളിൽ ആരൊക്കെയുണ്ട് ഉപയോഗപ്പെടുത്തുന്നവരും നഷ്ടമില്ലാതാക്കുന്നവരും? യൗവനത്തിന്റെ ദശ ലഭിച്ചിരിക്കുന്ന, യൗവനത്തിന്റെ ദശയിൽ അല്ലാഹു തആല നിർത്തിയിരിക്കുന്ന, നിറഞ്ഞ യൗവനം തുടുത്തു നിൽക്കുന്ന, തുളുമ്പി നിൽക്കുന്ന എന്റെ യുവാക്കളെ, യുവതികളെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ യൗവനം നഷ്ടപ്പെട്ട ആളുകൾ വിലപിക്കുകയാണെന്ന്, കഴിയാത്ത ആളുകൾ ഇന്ന് പ്രയാസപ്പെടുകയാണ്. വയസ്സായിട്ട് എവിടെയെങ്കിലും കിടക്കേണ്ടി വരുന്നവർ, കണ്ണിനൊരൽപ്പം മങ്ങല് വന്നവർ, കാലുകൊണ്ട് ഇഷ്ടം പോലെ നടക്കാൻ പറ്റാത്തവർ, തലച്ചോറ് കൊണ്ട് ഇഷ്ടം പോലെ ചിന്തിക്കാൻ പറ്റാത്തവർ, മനസ്സുകൊണ്ട് ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ പറ്റാത്തവർ, ശാരീരികമായി ചാടാനും ഓടാനും പറ്റാത്തവർ, അവർ യൗവനത്തിന്റെ ദശ വിറ്റ് ഏതെങ്കിലും ഒരു ദുർബലാവസ്ഥയിൽ എത്തിപ്പെട്ടാൽ പലവിധത്തിൽ വിഷമിക്കുകയാണ്. പലവിധ വിഷമങ്ങൾ. ശാരീരികമായവരുടെ വിഷമം മാത്രമല്ല വലിയ വിഷമം, അതിലേറെ വലിയ വിഷമമുണ്ട്. ആർക്കും വേണ്ടാത്തവരായി മാറുകയാണ് ഒരു വയസ്സൻ. വാർദ്ധക്യത്തിൽ ഒരാൾ എത്തിപ്പെട്ടാൽ അയാൾ ആർക്കും വേണ്ട, സമൂഹത്തിന് വേണ്ട. അഭിപ്രായം പറഞ്ഞാൽ പറയാം, ഒക്കെ വയസ്സന്മാര് സ്വാഭാവികമായി പറയും, അങ്ങനെ ഒന്നോട്ടെ. നമ്മൾ ആരെങ്കിലും കണക്കിലെടുക്കുമോ? ഒരുവിധമൊക്കെ അടിക്കാനും പിടിക്കാനൊക്കെ പറ്റിയാണെങ്കിൽ കണക്കിലെടുക്കും. ദുർബലാവസ്ഥയിൽ വയസ്സനായി ശരിക്കും വാർദ്ധക്യത്തിലെത്തിയ ഒരാളാണെങ്കിൽ സമൂഹം കണക്കിലെടുക്കൂല. അത് അത്തും കുത്തും പറയുന്ന ആക്കി മാറ്റും. അല്ലെങ്കിൽ വയസ്സന്മാരങ്ങനെയൊക്കെ പറയും, നല്ല ബഹുമാനത്തിലാണ് വെച്ചാൽ വയസ്സന്മാരങ്ങനെയൊക്കെ പറയും. പ്രായമായ എല്ലാവർക്കും ഉള്ളതാണ്, ഒറ്റ വാക്കിൽ വെക്കും. സമൂഹത്തിലും പുറത്തിറങ്ങിയാലും ഇതാണ് അവസ്ഥയെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്കോ സാമൂഹിക സംഘടനകൾക്കോ അവർക്ക് വേണ്ട. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അത്തരത്തിലുള്ള വാർദ്ധക്യമുള്ളവരെ വേണ്ട. വോട്ടിന് മാത്രം മതി, ഒരു വിലയേറിയ വോട്ട്. അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നിനും അവരെ പറ്റൂലല്ലോ. വിലയേറുന്ന വോട്ട് അവരുടെ വോട്ടാണ്, മറ്റുള്ളവരുടേത് വോട്ടല്ല. പ്രവർത്തനം തന്നെ വിലയേറുന്നു. അപ്പൊ പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നാൽ സമൂഹത്തിന് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട. എന്നാ വീട്ടിൽ വേണോ? വേണ്ട, വീട്ടിലും വേണ്ട. ഭാര്യയ്ക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട, ചെറിയ 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 കുട്ടികൾക്ക് വേണോ? വേണ്ട, ആർക്കും വേണ്ട. ഇത് ആരുടെയും ഒരാളുടെ അവസ്ഥയല്ല, സമൂഹത്തിൽ വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന മിക്ക പേരുടെയും അവസ്ഥ. അല്ലാഹു ഈ ദുർബലാവസ്ഥയിൽ നിന്നും നമുക്ക് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോഴാണ് ഒരാൾ വാർദ്ധക്യമുള്ള വയസ്സനായി മാറുക. ആർക്കും വേണ്ടാത്ത, എല്ലാവരാലും അകറ്റപ്പെടുന്ന, ഭാര്യക്കും മക്കൾക്കും വരെ വേണ്ടാത്ത, വീട്ടിൽ വരെ അയാൾ അധികപ്പറ്റായി വരുന്ന, പള്ളിയിൽ അയാൾ അധികപ്പറ്റായി വരുന്ന, എല്ലായിടത്തും അയാൾ കാർക്കിച്ചു തുപ്പിക്കൊണ്ടിരിക്കുന്ന, ഇവിടെയൊക്കെ അയാൾ വൃത്തികേടാക്കുമെന്ന് സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിധം ആക്ഷേപിക്കുന്ന ഒരു ദുർബലാവസ്ഥയിൽ ഒരാൾ എത്തിപ്പെട്ടാൽ ആ അവസ്ഥയാണ് വാർദ്ധക്യ സഹജമായ ദൗർബല്യത്തിന്റെ അവസ്ഥ. ഈ അവസ്ഥ വരുമ്പോഴാണ് പടച്ചോനെ, എന്റെ യൗവനകാലം, എന്റെ നല്ല ചോരത്തിളപ്പുള്ള കാലം,
ഞാൻ ഓടി നടന്ന കാലം, ഞാൻ അധ്വാനിച്ച കാലം, ഞാൻ കഷ്ടപ്പെട്ട കാലം, ഞാൻ മലയിൽ പോയ കാലം, ഞാൻ തോട്ടത്ത് പോയ കാലം, ഞാൻ മണ്ണ് കളച്ച കാലം, ഞാൻ ഡ്രൈവിംഗ് നടത്തിയ കാലം എന്നൊക്കെ അവരുടെ നഷ്ടപ്രതാപത്തിന്റെ കാലത്ത് എടുത്തുകൊണ്ട് നഷ്ടബോധത്തോടുകൂടി അവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതേതൊരു വാർദ്ധക്യത്തിലെത്തിയ വയസ്സിന്റെയും മനസ്സിന്റെ അകത്ത് കവിതയാണ്. അലാ ലൈത ശബാബ യഊദു യൗമ ഫഉഖ്ബിറഹു ബിമാ ഫഅലൽ മശീബു. വാർദ്ധക്യത്തിന്റെ ഏറ്റവും വലിയ ദൗർബല്യത്തിലെത്തിയാൽ നഷ്ടപ്പെട്ട യൗവനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ, ഗ്രഹാതുര ചിന്തകൾ ഒരാളെ സംബന്ധിച്ച് വരുന്നത് കവികൾ പലപ്പോഴും വാഴ്ത്തിയിട്ടുണ്ട്. മലയാളത്തിൽ ഇത്തരം കവിതകളുണ്ട്, എല്ലാ ഭാഷയിലും ഇത്തരം കവിതകളുണ്ട്. അറബ് ഭാഷയിൽ ചൊല്ലിപ്പഠിക്കാൻ പറ്റുന്ന കവിത, വളരെ കുഞ്ഞുകാലത്ത് തന്നെ കേൾക്കപ്പെടുന്ന കവിതയുടെ ശകലമാണിത്. അല്ലാ ലൈത ശബാബ യഊദു യൗമ ഫൗഖ്ബിറഹു ബിമാ ഫഅലൽ മശീബു. ഓ, ഒരു ദിവസം, ഒരല്പസമയം എനിക്കെന്റെ യൗവനം ഒന്ന് തിരിച്ചു കിട്ടിയെങ്കിൽ, വാർദ്ധക്യത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും എനിക്കൊന്ന് അതിനോട് പറയായിരുന്നു എന്ന് മനസ്സിന്റെ അകത്ത് തോന്നാത്ത, ഹൃദയത്തിന്റെ അകത്ത് യൗവനത്തെക്കുറിച്ച് ചെറിയ നഷ്ടത്തിന്റെ ഓർമ്മ വരാത്ത ഒരാളുമില്ല. എന്താ കവി പറയുന്നത്? യൗവനകാലത്തുണ്ടായിരുന്ന സംഭവങ്ങൾക്ക് ശേഷം നരച്ചിട്ട് കുമ്പളങ്ങയായപ്പോ ഞാൻ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഒരവസ്ഥ എനിക്കെന്റെ യൗവനത്തോടെങ്കിലും ഒന്ന് പറയായിരുന്നു. വേറെ ആരും എനിക്ക് പറയല്ല. ചെറിയ കുഞ്ഞു മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുത്താൽ വയസ്സന്മാരെ വാക്ക് ഓൽക്ക് കേൾക്കണ്ട. ഭാര്യയെയും മക്കളെയും വിളിച്ചാൽ അവർക്ക് വേണ്ട. സമൂഹത്തിലുള്ള ചെറിയ കുട്ടിമക്കളെ പറഞ്ഞാൽ അവർക്ക് വേണ്ട. ആരും ഇവരുടെ വാക്ക് കേൾക്കാതെ വരുമ്പോ അവർ ഒറ്റക്ക് മലച്ച് കിടന്നിട്ട് പറയാ, എന്റെ യൗവനം ഒന്ന് തിരിച്ചു കിട്ടിയാൽ യൗവനത്തോടൊരു ദിവസം എനിക്കിപ്പോ വന്ന ഈ ദൗർബല്യത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയായിരുന്നു. ഇത് കവിതയുടെ മനസ്സാണ്, കവികളുടെ മനസ്സിൽ തോന്നുന്ന വികാരം. നമ്മളെ കാലത്താണെങ്കിൽ എന്തൊക്കെ കാലന്റെ കഴിഞ്ഞു വരുന്നു തോന്നിയാൽ മതി. ഇത് നമ്മളെ സാധാരണ മനസ്സിനിങ്ങനെ തോന്നുള്ളൂ. അധ്വാനിക്കുന്ന സാധാരണക്കാരന്റെ മനസ്സങ്ങനെ. കവികളുടെ ഭാവനാവിലാസത്തിൽ വന്നാൽ ഞാൻ എന്റെ ചെറിയ നാക്കുകൊണ്ട് എന്തെല്ലാം പറയുമായിരുന്നു യൗവനത്തോട് എന്ന് പറയുന്നത് കവിതയാണ്. നഷ്ടപ്പെട്ട് കിട്ടുന്നത് ഏതെങ്കിലും ഒരാൾ വിലപിച്ചിട്ട് കിട്ടുമായിരുന്നെങ്കിൽ, അല്ല, അങ്ങാടിയിൽ കിട്ടുന്ന വല്ല പച്ചമരുന്നുമായിരുന്നു യൗവനമെങ്കിൽ, ഇത് അറബിൽ ഒരു ശബ്ദമാണ്. ആയെങ്കിൽ ഇങ്ങനെ ആയെങ്കിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്നതിനാ ലയിത്ത് എന്ന് പറയാം. നടക്കാത്ത കാര്യം കൊതിച്ചാൽ അപ്പോഴാണ് ലയിത്ത് എന്ന് പറയാം. ഞാനൊരു നല്ല മുതലാളി ആയെങ്കിൽ അതിന് ലയിത്ത പറയില്ല. ചിലപ്പോൾ നടക്കാം, ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും അവസ്ഥയിൽ ഒരു സ്വർണത്തിന്റെ വലിയൊരു കട്ടണ് കിട്ടിയാൽ നമ്മൾ മുതലാളിയാവും. അതുപോലത്തെ ഒക്കെ പറയാൻ ലയിത്ത പറയില്ല. ലയിത്തിന് ഉപയോഗിക്കുന്നത് എനിക്കൊരു 10 വയസ്സായെങ്കിൽ എന്ന് 40 വയസ്സുകാരൻ കൊതിച്ചാൽ ഇത് ലയിത്താണ്. കുഴച്ചിലുവാദം പിടിച്ചിട്ട് പറ്റ കിടന്ന ഒരു 80 വയസ്സുകാരൻ ഞാൻ എന്റെ കുട്ടിക്കാലത്തേക്ക് എത്തിയെങ്കിൽ, ഇനിയൊന്ന് നടക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ചിലപ്പം കൊതിക്കുന്നത് ലയിത്താണ്. ഒരാണ് പെണ്ണായെങ്കിൽ എന്നോ പെണ്ണ് ആണായെങ്കിൽ എന്നോ കൊതിച്ചാൽ അതും ലയിത്താണ്. എന്ന് വെച്ചാൽ നടക്കാത്ത കാര്യം പറയുമ്പോഴും പ്രതീക്ഷിക്കാത്ത കാര്യം പറയുമ്പോഴാണ് ലയിത്ത പറയാം. കവി വിവരിക്കുന്നത് ലയിത്ത് എന്ന ശബ്ദം കൊണ്ടുപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു കാര്യം നടക്കുമായിരുന്നെങ്കിൽ ഞാൻ ലയിത്ത കൊണ്ടുപയോഗിക്കുന്നത് ഏതെങ്കിലും കടയിൽ പോയാൽ എത്ര രൂപ കൊടുത്തിട്ട് മേടിക്കാൻ പറ്റും യൗവനമെങ്കിലും ഞാനത് മേടിക്കുമായിരുന്നു. അമേരിക്കയിൽ പോയിട്ട് സമ്പാദിക്കാൻ കഴിയും യൗവനമെങ്കിൽ ഞാനത് യൗവനം മേടിക്കുമായിരുന്നു. അത്യാവശ്യമൊക്കെ നമ്മൾ മേടിക്കും. നല്ലൊരു ബാർബർ ഷാപ്പിൽ പോയിട്ട് ഒക്കെ പഠിച്ച് കളഞ്ഞിട്ട് യൗവനം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ നിരച്ച താടിക്കാരനൊക്കെ പഠിക്കും. നല്ല യേശുക്കൊരു യൗവനം കിട്ടും. എന്റെ പ്രായം തോന്നൂല. എന്റെ കടക്കാര് താടിയൊക്കെ പഠിച്ചു നടന്നാലേ, താടിയൊക്കെ പഠിച്ചാലല്ലേ യേശു സാറാവുമല്ലോ.